TLB's ബയോളജി ക്ലാസ്സസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നേരത്തെ നമ്മൾ മനസ്സിലാക്കിയ വസ്തുതയാണ് ഫ്രെഡറിക് മെയ്ഷർ എന്ന് പറയുന്ന സയന്റിസ്റ്റ് DNA അഥവാ ന്യൂക്ലിക് ആസിഡ്സ് കണ്ടെത്തി എന്നുള്ളത്. അദ്ദേഹം DNA ന്യൂക്ലൈൻ എന്ന പേരിലാണ് വിശേഷിപ്പിച്ചത്. 1869 ഈ കണ്ടെത്തൽ. എന്നാൽ DNA ആണ് ജനറ്റിക് മെറ്റീരിയൽ എന്ന് തിരിച്ചറിയാൻ പിന്നെയും വർഷങ്ങൾ ധാരാളം കഴിഞ്ഞു. 1928 ഫ്രെഡറിക് ഗ്രിഫിത്ത് എന്ന സയന്റിസ്റ്റ് നടത്തിയ ബാക്ടീരിയൽ ട്രാൻസ്ഫോർമേഷൻ എക്സ്പെരിമെന്റ് ജനറ്റിക് മെറ്റീരിയലിനെ കണ്ടെത്തുന്നതിൽ നിർണായകമായ ഒരു ചുവടുവയ്പായിരുന്നു. അദ്ദേഹത്തിന്റെ എക്സ്പെരിമെന്റിന്റെ ഫലമായിട്ട് ഒരു ലിവിങ് ഓർഗാനിസം, അതായത് ഒരു ബാക്ടീരിയ, ഒരു ടൈപ്പിൽ നിന്നും മറ്റൊരു ടൈപ്പ് ബാക്ടീരിയയാക്കി മാറ്റാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളത്. അദ്ദേഹം പരീക്ഷണങ്ങൾ നടത്തിയത് സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ അഥവാ ന്യൂമോകോക്കസ് എന്ന് പറയുന്ന ഒരു ബാക്ടീരിയയിലായിരുന്നു. ഈ ബാക്ടീരിയ മൈസില് ന്യൂമോണിയ എന്ന് പറയുന്ന അസുഖം ഉണ്ടാക്കുന്ന ബാക്ടീരിയയാണ്. ഈ ബാക്ടീരിയ രണ്ട് സ്ട്രെയിൻ ഉണ്ട്, രണ്ട് ടൈപ്പ് ഉണ്ട്. എസ് ടൈപ്പ് അഥവാ സ്മൂത്ത് ടൈപ്പും അല്ലെങ്കിൽ എസ് സ്ട്രെയിൻ, ആർ ടൈപ്പ് അഥവാ റഫ് സ്ട്രെയിൻ ഓർ ആർ സ്ട്രെയിൻ. എസ് സ്ട്രെയിൻ ബാക്ടീരിയ ന്യൂമോണിയ ഉണ്ടാക്കുന്ന ബാക്ടീരിയയാണ്, അതുകൊണ്ട് അതിനെ വിറുലന്റ് എന്നും, ആർ സ്ട്രെയിൻ ബാക്ടീരിയ ന്യൂമോണിയ ഉണ്ടാക്കാൻ കഴിവില്ലാത്ത ബാക്ടീരിയയാണ്, അതുകൊണ്ട് അതിനെ നോൺ വിറുലന്റ് എന്നും പറയും. എസ് സ്ട്രെയിൻ ബാക്ടീരിയ സ്മൂത്തായിരിക്കാൻ കാരണം അതിൻ്റെ പുറത്ത് മ്യൂക്കസ് കൊണ്ടുള്ള ഒരു കവറിംഗ് ഉണ്ട്. പോളിസാക്കറൈഡ് കൊണ്ട് നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഒരു മ്യൂക്കസ് കോട്ട് എസ് സ്ട്രെയിൻ ബാക്ടീരിയയുടെ പുറത്തുണ്ട്. എന്നാൽ ആർ സ്ട്രെയിൻ ബാക്ടീരിയയിൽ ഈ ഒരു മ്യൂക്കസ് കോട്ടിംഗ് ഇല്ല. ഗ്രിഫിത്ത് ആദ്യം ചെയ്തത്, അദ്ദേഹം എസ് സ്ട്രെയിൻ ബാക്ടീരിയയെ മൈസിൽ ഇൻജെക്ട് ചെയ്തു. മൈസ് ന്യൂമോണിയ വന്ന് മരിച്ചു. കാരണം എസ് സ്ട്രെയിൻ ബാക്ടീരിയയുടെ പുറത്ത് മ്യൂക്കസ് കോട്ടിംഗ് ഉള്ളതുകൊണ്ട് മൈസിന് എസ് സ്ട്രെയിൻ ബാക്ടീരിയയെ നശിപ്പിക്കാൻ സാധിച്ചില്ല. അതിനാൽ അതിന് ന്യൂമോണിയ ബാധിച്ചു, മരിച്ചു. രണ്ടാമത്തെ സ്റ്റെപ്പിൽ അദ്ദേഹം ആർ സ്ട്രെയിൻ ബാക്ടീരിയയെ മൈസിൽ ഇൻജെക്ട് ചെയ്തു. അപ്പോൾ മൈസ് ലീവ്. കാരണം ആർ സ്ട്രെയിൻ ബാക്ടീരിയയ്ക്ക് ന്യൂമോണിയ ഉണ്ടാക്കാനുള്ള കഴിവില്ല. പുറത്ത് ആ ഒരു മ്യൂക്കസ് കവറിംഗ് ഇല്ലാത്തത് കൊണ്ട് ആർ സ്ട്രെയിൻ ബാക്ടീരിയ മൈസിന്റെ ശരീരത്തിൽ കടക്കുമ്പോൾ മൈസിന് തന്നെ അതിനെ ഇല്ലാതാക്കാൻ സാധിച്ചു. അതുകൊണ്ട് ന്യൂമോണിയ ബാധിച്ചില്ല. അടുത്ത ഘട്ടത്തിൽ ഗ്രിഫിത്ത് എസ് സ്ട്രെയിൻ ബാക്ടീരിയയെ ഹീറ്റ് കിൽഡ്, ചൂടാക്കി കൊന്നു. എന്നിട്ട് ആ എക്സ്ട്രാക്റ്റിനെ മൈസിലേക്ക് ഇൻജെക്ട് ചെയ്തു. എസ് സ്ട്രെയിൻ ബാക്ടീരിയയ്ക്ക് നേരത്തെ അറിയാം, അതിന് ഡിസീസ് ഉണ്ടാക്കാനുള്ള കപ്പാസിറ്റി ഉള്ള ബാക്ടീരിയയാണ്. പക്ഷേ അത് ഹീറ്റ് കിൽഡ് ചെയ്തപ്പോൾ ആ കപ്പാസിറ്റി നഷ്ടപ്പെട്ടു. അതുകൊണ്ട് മൈസിന് ന്യൂമോണിയ ബാധിച്ചില്ല, മൈസ് ലീവ്. അടുത്ത ഘട്ടത്തിൽ അദ്ദേഹം ഹീറ്റ് കില്ല് ചെയ്ത എസ് സ്ട്രെയിൻ ബാക്ടീരിയയും ലൈവായിട്ടുള്ള ആർ സ്ട്രെയിൻ ബാക്ടീരിയയും കൂടെ മിക്സ് ചെയ്തു. ഈ മിക്സ് ചെയ്ത സീറം അദ്ദേഹം മൈസിലേക്ക് ഇൻജെക്ട് ചെയ്തു. അറിയാം, എസ് സ്ട്രെയിൻ ബാക്ടീരിയ ഹീറ്റ് കിൽഡ് ആണെങ്കിൽ അതിന് ഡിസീസ് ഉണ്ടാക്കാനുള്ള കപ്പാസിറ്റി ഇല്ല. ആർ സ്ട്രെയിൻ ബാക്ടീരിയയ്ക്കും ഡിസീസ് ഉണ്ടാക്കാനുള്ള കപ്പാസിറ്റി ഇല്ല. ഇത് രണ്ടിനെയും കൂടിയാണ് മിക്സ് ചെയ്തത്. എന്നിട്ട് മൈസിലേക്ക് ഇൻജെക്ട് ചെയ്തു. പക്ഷെ അപ്പോൾ മൈസിന് ന്യൂമോണിയ വന്നു, മൈസ് മരിച്ചു. രണ്ട് ബാക്ടീരിയയ്ക്കും ഡിസീസ് ഉണ്ടാക്കാൻ കപ്പാസിറ്റി ഇല്ല. പക്ഷെ രണ്ടിനെയും കൂടെ മിക്സ് ചെയ്തപ്പോഴത്തേക്കും അതിന് ഡിസീസ് ഉണ്ടാക്കാനുള്ള കപ്പാസിറ്റി കിട്ടിയിരിക്കും. അപ്പോൾ ഇത് അദ്ദേഹത്തിന് അത്ഭുതമായി. അദ്ദേഹം മരിച്ചുപോയ മൈസിന്റെ സീറം അദ്ദേഹം എക്സ്ട്രാക്ട് ചെയ്ത് പരിശോധിച്ച് നോക്കിയപ്പോൾ അദ്ദേഹത്തിന് ലിവിങ് ആയിട്ടുള്ള എസ് ബാക്ടീരിയയെ അതിൽ നിന്നും കിട്ടി. ഇതിൽ നിന്നും അദ്ദേഹം എത്തിയ ഒരു കൺക്ലൂഷൻ,
ലൈവായിട്ടുള്ള ആർ സ്ട്രെയിൻ ബാക്ടീരിയ എങ്ങനെയോ ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ച് അത് എസ് സ്ട്രെയിൻ ബാക്ടീരിയ ആയിട്ട് മാറി എന്നുള്ളതാണ്. അപ്പോൾ ഇതിന് കാരണമായിട്ട് ഹീറ്റ് കില്ല് ചെയ്ത എസ് സ്ട്രെയിൻ ബാക്ടീരിയയിൽ നിന്നും എന്തോ കെമിക്കൽ, അദ്ദേഹം അതിനെ ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിൾ എന്നാണ് വിളിച്ചത്, എന്തോ ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിള് ഹീറ്റ് കിൽഡ് എസ് സ്ട്രെയിനിൽ നിന്നും ആർ സ്ട്രെയിനിലേക്ക് കിട്ടുകയും അത് കാരണം ആർ സ്ട്രെയിൻ അതിന് സ്മൂത്ത് പോളിസാക്കറൈഡ് കോട്ട് നിർമ്മിക്കാൻ പറ്റുകയും അത് എസ് സ്ട്രെയിനായിട്ട് മാറുകയും ചെയ്തു. ഇതിന് കാരണം ജനറ്റിക് മെറ്റീരിയലിന്റെ ട്രാൻസ്ഫർ ആണ് എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. ബയോകെമിക്കൽ ക്യാരക്ടറൈസേഷൻ ഓഫ് ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിൾ. ഗ്രിഫിത്ത് നടത്തിയ എക്സ്പെരിമെന്റിലൂടെ അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ സാധിച്ചത് എന്തോ ഒരു മെറ്റീരിയൽ ആർ സ്ട്രെയിൻ ബാക്ടീരിയയിലേക്ക് എസ് സ്ട്രെയിൻ ബാക്ടീരിയയിൽ നിന്നും എത്തുന്നുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം മനസ്സിലാക്കിയത്. അതിൻ്റെ ആ മെറ്റീരിയലിൻ്റെ ബയോകെമിക്കൽ നാച്ചർ എന്താണ്, ആ ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിളിൻ്റെ ബയോകെമിക്കൽ നാച്ചർ എന്താണ് എന്ന് അദ്ദേഹത്തിന് കണ്ടെത്താൻ കഴിഞ്ഞില്ല. തുടർന്ന് ഈ 3 സയന്റിസ്റ്റുമാർ, ഓസ്വാൾഡ് ആവറി, മാക്ലിൻ മക്കാർട്ടി, കോളിൻ മാക്ലിയോഡ് എന്ന് പറയുന്ന ഈ ഒരു 3 സയന്റിസ്റ്റുമാർ നടത്തിയ എക്സ്പെരിമെന്റിലൂടെയാണ് അതിനുള്ള ഉത്തരം കണ്ടെത്താൻ സാധിച്ചത്. ഓസ്റ്റിൻ ആവറി, മാക്ലിൻ, കോളിൻ മാക്ലിയോഡ് ആൻഡ് മാക്ലിൻ മക്കാർട്ടി 1933 to 44 ആ ഇയറിലാണ് എക്സ്പെരിമെന്റ്സ് നടത്തിയത്. വർക്ക്ഡ് ടു ഡിറ്റർമൈൻ ദ ബയോകെമിക്കൽ നാച്ചർ ഓഫ് ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിൾ ഇൻ ഗ്രിഫിത്ത് എക്സ്പെരിമെന്റ്. അവര് ഹീറ്റ് കിൽഡ് എസ് സെൽസിൽ നിന്നും എസ് സ്ട്രെയിൻ ബാക്ടീരിയൽസിൽ നിന്നും പ്യൂരിഫൈഡ് ബയോകെമിക്കൽസ്, അതിൽ നിന്നും ബയോകെമിക്കൽസിനെ അവർ പ്യൂരിഫൈ ചെയ്തെടുത്തു. അതിൽ നിന്നും ആദ്യം പ്രോട്ടീൻസ് എടുത്തു. പ്രോട്ടീൻസ് എടുത്തിട്ട് അതിനെ ലൈവ് ആർ സ്ട്രെയിൻ ബാക്ടീരിയയുമായിട്ട് മിക്സ് ചെയ്തു. എന്നിട്ട് ഈ പ്രോട്ടീനിന് ട്രാൻസ്ഫർമേഷൻ നടത്താനുള്ള കപ്പാസിറ്റി ഉണ്ടോ എന്ന് പരിശോധിച്ച് നോക്കി. നോ ട്രാൻസ്ഫർമേഷൻ. അതായത് ആർ സ്ട്രെയിൻ ബാക്ടീരിയ എസ് സ്ട്രെയിനായിട്ട് മാറിയില്ല. ഹീറ്റ് കില്ല് ചെയ്ത എസ് സ്ട്രെയിൻ ബാക്ടീരിയയിൽ നിന്നും പ്രോട്ടീൻസിനെ വേർതിരിച്ചെടുത്തു. എന്നിട്ട് അതിനെ ലൈവ് ആർ സ്ട്രെയിനുമായിട്ട് മിക്സ് ചെയ്തു. എന്നിട്ട് ആർ സ്ട്രെയിൻ എസ് സ്ട്രെയിനായിട്ട് മാറുന്നുണ്ടോ എന്ന് ഒബ്സർവ് ചെയ്തു. അപ്പോൾ ട്രാൻസ്ഫർമേഷൻ നടക്കുന്നില്ല എന്ന് മനസ്സിലാക്കി. അത് കഴിഞ്ഞിട്ട് അവർ RNA വേർതിരിച്ചെടുത്തു. ഹീറ്റ് കിൽഡ് എസ് സെൽസിൽ നിന്നും RNA വേർതിരിച്ചെടുത്തിട്ട് അതിനെ ലൈവ് ആർ സ്ട്രെയിനുമായിട്ട് മിക്സ് ചെയ്തു. ട്രാൻസ്ഫർമേഷൻ നടക്കുന്നുണ്ടോ എന്ന് നോക്കി. നോ ട്രാൻസ്ഫർമേഷൻ. ആർ സ്ട്രെയിന് ഒരു മാറ്റവും ഉണ്ടായില്ല. അത് ആർ സ്ട്രെയിനായിട്ട് തന്നെ അവശേഷിച്ചു. തുടർന്ന് ഹീറ്റ് കിൽഡ് എസ് സെൽസിൽ നിന്നും DNA ഐസൊലേറ്റ് ചെയ്തെടുത്തു. എന്നിട്ട് അതിനെ ആർ സ്ട്രെയിനുമായിട്ട് മിക്സ് ചെയ്തു. എന്നിട്ട് ട്രാൻസ്ഫർമേഷൻ നടക്കുന്നുണ്ടോ എന്ന് ഒബ്സർവ് ചെയ്തു. അപ്പോൾ ട്രാൻസ്ഫർമേഷൻ നടക്കുന്നുണ്ട്. ആർ സ്ട്രെയിൻ ട്രാൻസ്ഫോംഡ് ഇൻറ്റു എസ് സ്ട്രെയിൻ. ആർ സ്ട്രെയിന് എസ് സ്ട്രെയിനായിട്ട് ട്രാൻസ്ഫർമേഷൻ സംഭവിച്ചു. അപ്പോൾ പ്രോട്ടീൻസിന് ട്രാൻസ്ഫർമേഷൻ ഉണ്ടാക്കാൻ പറ്റിയില്ല, RNAക്ക് ട്രാൻസ്ഫർമേഷൻ ഉണ്ടാക്കാൻ പറ്റിയില്ല, ബട്ട് DNAക്ക് ട്രാൻസ്ഫർമേഷൻ ഉണ്ടാക്കാൻ പറ്റി. ഇതൊന്നുകൂടെ ഉറപ്പിക്കുന്നതിന് വേണ്ടി അവർ വീണ്ടും പ്രോട്ടിയേസസ് എൻസൈംസ് ഉപയോഗിച്ചു. ഹീറ്റ് കിൽഡ് എസ് സെൽസിൽ പ്രോട്ടിയേസസ് എൻസൈം ഉപയോഗിച്ച് ആ എക്സ്ട്രാക്റ്റിനെ ലൈവ് ആർ സ്ട്രെയിനുമായിട്ട് മിക്സ് ചെയ്തു. എന്നിട്ട് ട്രാൻസ്ഫർമേഷൻ നടക്കുന്നുണ്ടോ എന്ന് ഒബ്സർവ് ചെയ്തു. അപ്പോൾ എന്ത് സംഭവിച്ചു? ആർ സ്ട്രെയിൻ ട്രാൻസ്ഫോംഡ് ഇൻറ്റു എസ് സ്ട്രെയിൻ. ഇപ്പോൾ പ്രോട്ടിയേസസ് എൻസൈം ഉപയോഗിച്ചപ്പോൾ ആ എക്സ്ട്രാക്റ്റിൽ ഉണ്ടായിരുന്ന പ്രോട്ടീൻസ് എല്ലാം ഡൈജസ്റ്റ് ആയിപ്പോയി. DNA അവിടെ അവശേഷിക്കുന്നുണ്ട്. അതുകൊണ്ട് ആർ സ്ട്രെയിൻ എന്തായിട്ട് മാറി? ട്രാൻസ്ഫോംഡ് ഇൻറ്റു എസ് സ്ട്രെയിൻ. അടുത്ത് അവർ RNA എൻസൈം ഉപയോഗിച്ചു.
RNase enzyme എന്തിനാണ് ഉപയോഗിക്കുന്നത്? RNAയെ ഡൈജസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നു. അതിനെ R സ്ട്രെയിനുമായിട്ട് മിക്സ് ചെയ്തു. ട്രാൻസ്ഫോർമേഷൻ നടന്നു. R strain transformed into S strain. കാരണം എന്താ? RNase enzyme ഉപയോഗിച്ചപ്പോൾ അതിലെ RNA മാത്രമേ ഡൈജസ്റ്റ് ചെയ്യപ്പെട്ടുള്ളൂ. DNA അവിടെ അവശേഷിച്ചു. അതുകൊണ്ട് R strain എന്തായിട്ട് മാറി? S strain ആയിട്ട് മാറി. അടുത്ത ഘട്ടത്തിൽ അവര് DNase enzyme ഉപയോഗിച്ചു. എന്നിട്ട് അതിനെ R strainുമായിട്ട് മിക്സ് ചെയ്തു. അപ്പോൾ ട്രാൻസ്ഫോർമേഷൻ നടന്നു? ട്രാൻസ്ഫോർമേഷൻ നടന്നില്ല. കാരണം എന്താ? DNase enzyme ഉപയോഗിച്ചപ്പോൾ DNA ഡൈജസ്റ്റ് ആയിപ്പോയി. ഇപ്പോൾ ട്രാൻസ്ഫോർമേഷൻ കപ്പാസിറ്റിയുള്ള ജനറ്റിക് മെറ്റീരിയൽ അവിടെ നഷ്ടപ്പെട്ടു. അതുകൊണ്ട് എന്ത് സംഭവിച്ചില്ല? ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചില്ല. R strain ആയിട്ട് തന്നെ അവശേഷിച്ചു. മനസ്സിലാക്കിയ വസ്തുതകളൊന്ന് കൺക്ലൂഡ് ചെയ്യാം. DNA alone from S bacteria caused R bacteria to become transformed. DNAക്ക് മാത്രമേ എന്തിനു പറ്റിയുള്ളൂ? S strain ബാക്ടീരിയ എന്താക്കി മാറ്റാൻ? DNA alone from X bacteria caused R bacteria to become transformed. S ബാക്ടീരിയയിൽ നിന്നും കിട്ടിയ DNAക്ക് മാത്രമേ R strainനെ ട്രാൻസ്ഫോർമേഷൻ നടത്താൻ പറ്റിയുള്ളൂ. വസ്തുതകൾ കൺക്ലൂഡ് ചെയ്യാം. They discovered that protein digesting enzymes, proteases, and RNA digesting enzymes, RNases, did not affect transformation. Proteases enzyme ഉപയോഗിച്ചപ്പോൾ പ്രോട്ടീൻ ഡൈജസ്റ്റ് ആയിപ്പോയി. RNase enzyme ഉപയോഗിച്ചപ്പോൾ RNA ഡൈജസ്റ്റ് ആയിപ്പോയി. അപ്പോൾ അത് രണ്ടിനും ട്രാൻസ്ഫോർമേഷനെ അഫക്റ്റ് ചെയ്യാൻ പറ്റിയില്ല എന്ന് പറഞ്ഞാൽ R strain S strain ആയിട്ട് മാറി ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചു. So the transforming substance was not a protein or RNA. Transforming substance പ്രോട്ടീനുമല്ല RNAയുമല്ല. Digestion with DNase did inhibit transformation. DNase enzyme ഉപയോഗിച്ചപ്പോൾ ട്രാൻസ്ഫോർമേഷൻ സ്റ്റോപ്പായി, suggesting that DNA caused the transformation. DNA ആണ് ട്രാൻസ്ഫോർമേഷന് കാരണമായത്. ഇതിൽ നിന്ന് എന്ത് കൺക്ലൂഡ് ചെയ്യാം? DNA is the hereditary material. DNA ആണ് hereditary material എന്ന് കൺഫേം ചെയ്യാം. ഗ്രിഫിത്ത് ട്രാൻസ്ഫോർമേഷൻ എക്സ്പെരിമെന്റിലൂടെ ജനറ്റിക് മെറ്റീരിയൽ എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് എത്തി. ഈ 3 സയന്റിസ്റ്റുമാര് അതിന്റെ ബയോകെമിക്കൽ നാച്ചർ എന്താണെന്ന് കണ്ടെത്തി DNA ആണ് ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാക്കിയ ജനറ്റിക് മെറ്റീരിയൽ എന്ന് കണ്ടെത്തി. For video lessons, please subscribe TLP's biology classes. Thank you.